വൃക്കരോഗം മൂലം ജീവിതം പ്രതിസന്ധിയിലായ ആയിരങ്ങൾക്ക് ആശ്വാസമായി ബ്യൂമറിക് ഇന്ത്യ ഫൗണ്ടേഷനും ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആൽഫ ഹോസ്പൈസും കൈകോർക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ ഉറപ്പാക്കുകയാണ് ഈ സഹകരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ജീവിതം തിരിച്ചുപിടിക്കാൻ ഡയാലിസിസിനെ ആശ്രയിക്കുന്ന ഒട്ടേറെ നിർധന കുടുംബങ്ങൾക്ക് നിലവിൽ ഈ പദ്ധതി വലിയൊരു താങ്ങാണ്. സാമ്പത്തിക ഭേദമില്ലാതെ എല്ലാവർക്കും മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന സ്വപ്നത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ് ഈ ശ്രമമെന്ന് ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ KM നൂറുദ്ദീൻ പറഞ്ഞു. 2024 ഏപ്രിലിൽ ആരംഭിച്ച ഈ സഹായം 2026 മാർച്ച് വരെയാണ് ബ്യൂമറിക് ഇന്ത്യ ഫൗണ്ടേഷൻ വഴി ലഭ്യമാകുന്നത്. ഓരോ മാസവും 300 ഡയാലിസിസിനാണ് ബ്യൂമറിക് ഇന്ത്യ ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്നത്. ബ്യൂമറിക് ഇന്ത്യ ഫൗണ്ടേഷന്റെ സഹകരണത്താൽ 2025 മെയ് മാസത്തോടെ 4200 ഡയാലിസിസ് ചികിത്സകളാണ് ഇതിനോടകം പൂർത്തിയാക്കിയത്. പരമാവധി നിർധന രോഗികളിലേക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം എത്തിക്കാനാണ് ഈ കൂട്ടായ്മയുടെ ശ്രമമെന്ന് ബ്യൂമറിക് ഇന്ത്യ ഫൗണ്ടേഷൻ ചെയർമാൻ R ബാലചന്ദ്രൻ വ്യക്തമാക്കി. രോഗി സേവനത്തിൽ മാതൃകയായ ആൽഫ ഹോസ്പൈസ് പാലിയേറ്റീവ് കെയർ രംഗത്ത് വലിയ സംഭാവനകളാണ് നൽകി വരുന്നത്. ഫിസിയോതെറാപ്പിയും ഡയാലിസിസും ഉൾപ്പെടെയുള്ള സമഗ്ര പരിചരണത്തിലൂടെ ഗുരുതര രോഗികളുടെ ജീവിതം സുഗമമാക്കാൻ അവർ എന്നും മുന്നിലുണ്ട്. ഇപ്പോൾ ബ്യൂമറിക്കുമായുള്ള സഹകരണം വൃക്കരോഗത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള രോഗികൾക്ക് വലിയ സഹായമായി മാറിയിരിക്കുകയാണ്. രോഗികൾക്ക് വീട്ടിൽ നിന്ന് ഡയാലിസിസ് സെന്ററിലേക്കും തിരിച്ചും യാത്രാ സൗകര്യം ലഭ്യമാക്കുന്നുണ്ട്. ഇതുമൂലം നിലവിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന രോഗികളുടെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ ഉപജീവന മാർഗത്തിന് തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നു. സാമ്പത്തിക പരാധീനത കാരണം ചികിത്സ ലഭിക്കാത്ത ഒരവസ്ഥ ആർക്കും ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതെന്ന് ആൽഫ ഹോസ്പൈസ് സൂപ്പർവൈസർ ജിത്തുൻ പറഞ്ഞു. 2021 ഫെബ്രുവരി 21 മുതലാണ് നമ്മൾ ആൽഫ പാലിയേറ്റീവ് കെയറിൻ്റെ അണ്ടറിൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ആരെയും ഹോസ്പിറ്റലിലായിരുന്നു ഡയാലിസിസ്. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ 16 മെഷീനോട് കൂടി ഷിഫ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ 32 മെഷീനിൽ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ടോട്ടൽ 194 പേഷ്യൻസിനെ അറ്റ് എ ടൈം ഒരു മാസം നമുക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഒരു മാസം നമുക്ക് ടോട്ടൽ ഡയാലിസിസ് എടുക്കുകയാണെങ്കിൽ 2500 ഡയാലിസിസോളം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു 300 ഡയാലിസിസ് ബ്യൂമറിക്കാണ് നമുക്ക് സ്പോൺസർ ചെയ്യുന്നത്. അത് കാരണം നമുക്ക് പേഷ്യൻസിന് ഒരു ഫ്രീ ഓഫ് കോസ്റ്റിലെ പേഷ്യൻസിന് ഡയാലിസിസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പേഷ്യൻ്റ് നമുക്ക് പിക്ക് ആൻഡ് ഡ്രോപ്പ് അടക്കം പേഷ്യൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഡയാലിസിന് ഇവിടെ കൊണ്ടുവന്ന് പേഷ്യൻ്റെ ഡ്രോപ്പ് ചെയ്യുന്നു. പിന്നെ ഡയാലിസിൻ്റെ പ്രൊസീജിയർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ 2000 to 2500 രൂപ ഡയാലിസിസ് കോസ്റ്റ് വരുന്നിടത്താണ് നമ്മളിവിടെ ഫ്രീ ആയിട്ട് ഡയാലിസിസ് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഇപ്പം 194 പേഷ്യൻ്റാണ് നമ്മൾ അറ്റ് എ ടൈം ഡയാലിസിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഏകദേശം ഒരു 40 പേഷ്യൻ്റോളം നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ഡെത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റിലോ പോകുമ്പോഴാണ് ഒരു വേക്കൻറ്റ് വരുന്നത്. ആ വേക്കൻറ്റിലോട്ടായിരിക്കും ഒരു പേഷ്യൻ്റ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു ഏകദേശം ഇവിടെ വന്നു കഴിഞ്ഞ് ഒരു 4 വർഷത്തിനുള്ളിലായിട്ട് ഒരു 90,000 ഡയാലിസിസോളം ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റി. ഇൻക്ലൂഡിങ് ലാബ് ടെസ്റ്റ്, പിന്നെ അവരുടെ മെഡിസിൻസ്, നമുക്ക് ഇഞ്ചക്ഷൻ, അതായത് ബ്ലഡ് കൂടാനുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട്. ആ ഇഞ്ചക്ഷൻസ് അടക്കം നമുക്ക് പേഷ്യൻസിന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ പേഷ്യൻസിനെ എടുക്കുന്നത് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത പേഷ്യൻസിനാണ് നമ്മൾ എടുക്കുന്നത്. റേഷൻ കാർഡ് അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. അതിനകത്ത് BPL-ഉം പിന്നെ മഞ്ഞ കാർഡും ഉള്ളവരാണ്. ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത പേഷ്യൻസിനാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ഡയാലിസിസിന് പുറത്ത് 2000 രൂപ കോസ്റ്റ് ഒരിക്കലും പേഷ്യൻസ് അഫോർഡബിൾ ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള അങ്ങനത്തെ പേഷ്യൻസിനാണ് നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഡയാലിസിസ് കൊടുക്കാൻ. ആൽഫ ഹോസ്പൈസ് നൽകുന്ന സൗജന്യ ഡയാലിസിസ് ചികിത്സ വലിയ തണലും ആശ്വാസവുമാണെന്ന് രോഗികൾ പറഞ്ഞു. കഴിഞ്ഞ നവംബർ മുതൽ, that is 2025 നവംബർ മിഡിൽ എനിക്ക് ഓക്കെ ആയിട്ട് അന്ന് മുതൽ ഇവിടെ ഡയാലിസിസ് ചെയ്യണതാണ്. ഇവിടെ വന്ന് കണ്ടു, സ്റ്റാർട്ട് ചെയ്തു. ഇതുവരെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. വീക്ക്ലി 3 ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ഹൈലൈറ്റ് ആണുണ്ട്. ഫസ്റ്റ് ബേസിക് തിങ് ഇസ് ഹൈജീൻ ഇവിടെ വലിയൊരു ഫാക്ടറാണ്. ആ കാര്യത്തിൽ ജിത്തു ആൻഡ് ടീം 100% ഒരു കോംപ്രമൈസും ഇല്ല. ആ കാര്യത്തിൽ ദി എൻറ്റയർ യൂണിറ്റ് ഇസ് വെരി ഹൈജീൻ. ഇവിടെ ഒരു ബാച്ചിൽ 31 പേഷ്യൻസ് വരുന്നുണ്ട്. അവരെല്ലാവരും ലൈക്ക് ദി എൻറ്റയർ യൂണിറ്റ് ഇവരെല്ലാവരും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് സിസ്റ്റംസ്, ഡിസിപ്ലിൻ, എവറിത്തിങ് ഈസ് വെരി ഓർഗനൈസ്ഡ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ ലൈഫ് ലോങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണ് എൻ്റെ താല്പര്യമുള്ളത്. ഞാൻ ആദ്യം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത് കൊടുങ്ങല്ലൂരായിരുന്നു, മോഡൽ ഹോസ്പിറ്റലിൽ. അവിടെ ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ 3 വർഷമായി ഡയാലിസിസ് ചെയ്ത് തുടങ്ങിയിട്ട്.
ഇപ്പം ഇവിടെ വന്നിട്ട് 2 വർഷമാവണം. ഇവിടെ ഫ്രീ ആണ് എല്ലാതും, കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലിയർ ആണ് എല്ലാ കാര്യങ്ങളും. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ കൊടുങ്ങല്ലൂർ പൈസ ഇത് കൊടുത്തിട്ടാണ് ഞാൻ ഡയാലിസിസ് ചെയ്തിരുന്നത്. 2 വർഷം 1.25 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഡയാലിസിസ് തുടങ്ങിയിട്ട് 3 വർഷമായി. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. എല്ലാതും ഫ്രീ ആണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ സിസ്റ്റർമാരൊക്കെ നല്ല പെരുമാറ്റമാണ്. എല്ലാവരും നല്ല, നമുക്കിവിടെ വരുമ്പോൾ ഒരു സന്തോഷമാണ്. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു രോഗമൊന്നും നമുക്ക് തോന്നില്ല. അങ്ങനെ ഒരു ഇതാണ്. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇതായിട്ട് വേദന നേരത്തൊക്കെ അവർ ഓടിയെത്തും. അങ്ങനെയുള്ള ഇതുണ്ട്. ഫ്രീ ആയിട്ടാണ് നമുക്ക് എല്ലാ കാര്യം ഫ്രീന്ന്. ഇവിടെ ഹാപ്പിയാണ്, നല്ല ഹാപ്പിയാണ്. ഇത് കേവലം ഒരു സാമ്പത്തിക സഹായത്തിനുമപ്പുറം മനുഷ്യജീവന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ, പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയർ രംഗത്ത് ഈ സഹകരണം ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്. ഫിസിയോതെറാപ്പിയും ഡയാലിസിസും ഉൾപ്പെടെയുള്ള സമഗ്ര പരിചരണത്തിലൂടെ ഗുരുതര രോഗികളുടെ ജീവിതം സുഗമമാക്കുന്നതിൽ ആൽഫ ഹോസ്പൈസ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. വൃക്കരോഗത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള രോഗികൾക്ക് ഈ സഹകരണം വലിയൊരു സഹായകമായി മാറിയിരിക്കുകയാണ്. ഈ സഹായം ആവശ്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി 04802837 അല്ലെങ്കിൽ 9539983398 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.